ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡിയോ ഹോണ്ട ഡിയോ 125ൻ്റെ 2026 മോഡൽ എക്സ് എഡിഷൻ. ഒരു പുതിയൊരു വേരിയൻറ്റ് വന്നതാണ്. 2026 പുതിയൊരു മോഡൽ വന്നതാണ്. പഴയ ഡിയോയുടെ അതേ മോഡലൊക്കെ തന്നെയാണ് കാണുമ്പോൾ. പക്ഷേ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സിൽ വന്നിട്ടുള്ള വ്യത്യാസവും പിന്നെ ഒരു കളർ തീം കൊള്ളാം. നല്ലൊരു രസമുണ്ട് കാണാൻ. കളർ നല്ല ഭംഗിയുള്ളൊരു കളേഴ്സാണ്. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഗ്രാഫിക്സ് എക്സ് എഡിഷൻ എന്നാണ് ഈ വേരിയൻറ്റിന് പറയുന്നത്. എക്സ് എഡിഷൻ 125. അതുപോലെ ഫ്രണ്ടിലെ അലോയ് വീലുമാണ്, ബാക്കിലും അലോയ് വീലാണ്. വണ്ടി കാണുമ്പോൾ നമ്മുടെ പഴയ ഡിയോയുടെ 2025 മോഡൽ ഡിയോയുടെ അതേ മോഡൽ തന്നെയാണ് വണ്ടി കാണുമ്പോഴുള്ളത്. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് വണ്ടിയിൽ വരുന്ന ഈ ഗ്രാഫിക്സും ഈ ഒരു കളർ തീമും മാത്രമാണ് വണ്ടിയിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ പുറകിൽ ഈ സൈഡിലായിട്ടും ഡിയോ 125 എന്ന് പറയുന്നൊരു ഗ്രാഫിക്സ് ഇവിടെയും കാണാം. സെയിം അലോയിൽ വരുന്ന അതേ കളർ തന്നെയാണ് ഈ ഗ്രാഫിക്സിലും വരുന്നത്. ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് കാണുന്നത്. എക്സ് എഡിഷൻ എന്നാണ് ഈ വേരിയൻറ്റിന് പറയുന്നത്. 2026 മോഡലാണ് വണ്ടി. 2026 മോഡൽ ഡിയോ എക്സ് എഡിഷൻ, അതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വണ്ടി. ഹോണ്ട ഡിയോ എക്സ് എഡിഷനിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമുക്ക് ഈ വണ്ടി അടുത്തു നിന്നൊന്ന് കാണാം. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തു നിന്നൊന്ന് കാണാം. രണ്ടായിരത്തി 26 മോഡൽ ഹോണ്ട ഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം. വണ്ടി കാണുമ്പോൾ പഴയ ഹോണ്ട ഡിയോയിൽ, അതായത് 2025 മോഡൽ ഹോണ്ട ഡിയോയുടെ അതേ ലുക്കിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിയോ എക്സ് എഡിഷൻ 125 എന്നൊരു വേരിയൻറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലൊരു കളർ തീം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അലോയ് ഓറഞ്ച് കളറാണ്. അതുപോലെ തന്നെ ഈ ഗ്രാഫിക്സ്, അതുപോലെ കളർ ഒരു ഗ്രേ, ഈ ഒരു സൈഡ് ഒരു ഗ്രേ കളറും ഇവിടെ ഒരു ബ്ലൂ കളറാണ്. നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നും. അതിൽ ഇവിടെ ബ്ലാക്കാണ്, ബ്ലാക്കിൻ്റെ ഒരു ഫൈബർ പാർട്സ് ആണ്. ഇവിടെ ഇതിൻ്റെ DRL വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് പഴയ ഹോണ്ട ഡിയോയുടെ അതുപോലെ തന്നെയാണ് വരുന്നത്. LED ഹെഡ് ലാംപ്സ് ആണ്. ഇൻഡിക്കേറ്റർ ഹാലജൻ ഇൻഡിക്കേറ്റർ ബൾബ്സ് ആണ് വരുന്നത്. അലോയ് ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ്ക്ക് ഒരു ഓറഞ്ച് കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു എക്സ് എഡിഷൻ എന്ന ഗ്രാഫിക്സ്, എക്സ് എഡിഷൻ 125 എന്ന ഗ്രാഫിക്സുമായി യോജിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് അലോയ് വീലിന് കൊടുത്തിട്ടുള്ളത്. 90/90 12 ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ LED ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ക്രാഷ് ഗാർഡ് വരുന്നത് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ വണ്ടി വാങ്ങുമ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡിയോ 125 എക്സ് എഡിഷൻ്റെ ഒരു ഗ്രാഫിക്സ് ആണ് ഈ കാണുന്നത്, നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇവിടെ കളേഴ്സ് വരുന്നത്. അതുപോലെ ഹോണ്ടയുടെ ഇവിടെ താഴെയും ഒരു ഗ്രേ കളറിൽ റെഡ് കളർ തീമിൽ ഒരു ഹോണ്ട എന്നൊരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ബാക്കി എഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും പഴയ ഹോണ്ട ഡിയോയുടെ എഞ്ചിൻ്റെ അതേ പെർഫോമൻസ് ആണ് തരുന്നത്. ബാക്കിലെ ടെയിൽ ലാമ്പും സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് 2026 മോഡൽ എന്നുള്ളത് നമുക്കിവിടെ ഒരു കാണാൻ കഴിയുന്നതാണ്. പഴയ ഹോണ്ട ഡിയോയിൽ വരുന്നത് പോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. E20 പെട്രോൾ. ഇപ്പോൾ E20 പെട്രോളാണ് വണ്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ E20 പെട്രോൾ ഈ വണ്ടിയിൽ സപ്പോർട്ടാണ്. അപ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് E20 പെട്രോളാണ് കിട്ടുന്നത്. ഇനി അത് E20 മാറ്റി അത് 80% ആക്കാനുള്ള പ്ലാനൊക്കെ നോക്കുന്നുണ്ട്. നമുക്കിനി ബാക്കിലെ ടയറിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ബാക്കിലെ അലോയുടെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളർ തന്നെ. അതായത് നമ്മുടെ ഡിയോയുടെ പുതിയൊരു എക്സ് എഡിഷൻ്റെ കളർ ഒരു ഓറഞ്ച് തീമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിലെ അലോയുടെ സെയിം കളറാണ് ബാക്കിലെ അലോയിലുള്ളത്. പക്ഷേ അലോയിൽ സൈസ് വ്യത്യാസമുണ്ട്. ഈ ബാക്കിലെ ടയർ വരുന്നത് 90/100 10 ഫ്രണ്ടിൽ അത് 12 വരുന്നത്. അതാണ് ഫ്രണ്ടിലും ബാക്കിലും ടയറിൽ സൈസിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈലൻസർ അതുപോലെ 2 ഹോൾ വരുന്ന ഒരു സൈലൻസറാണ്. അത്യാവശ്യം ഒരു സൗണ്ട് എന്ന് പറയുന്ന ചെറിയൊരു ബാസ് പോലത്തെ ഒരു സൗണ്ടാണ് വരുന്നത്. ഇതാണ് ഡിയോ എക്സ് എഡിഷൻ്റെ സൈലൻസർ. ഇതുകൊണ്ട് ഇവിടെ 2 ഹോളിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് സൗണ്ട് കുറച്ചൊരു ഹാർഡ് പോലത്തെ ഒരു സൗണ്ടാണ് വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്.
എൻജിൻ സൈസും എൻജിൻ്റെ BHPയും എല്ലാം പഴയ ഡിയോയുടെ, അതായത് 2025 മോഡൽ ഡിയോയുടെ അതേ ഫീച്ചേഴ്സാണ് എൻജിനിൽ വരുന്നത്. BHP ആണെങ്കിലും ടോർക്ക് ആണെങ്കിലും എല്ലാം, എൻജിൻ്റെ വെയിറ്റ് ആണെങ്കിലും എല്ലാം പഴയ ഡിയോയുടെ, അതായത് 2025 മോഡൽ ഡിയോയുടെ അതേ എൻജിൻ തന്നെയാണ് വരുന്നത്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കാണുമ്പോഴുള്ള ഈ വ്യത്യാസം, ഈ കളർ തീമും അതുപോലെ ഈ ഗ്രാഫിക്സ് എക്സ് എഡിഷൻ 125 എന്ന ഗ്രാഫിക്സുമാണ് വ്യത്യാസമുള്ളത്. അതുപോലെ അലോയുടെ ഓറഞ്ച് കളറും. അപ്പോൾ നേരത്തെ ഇറങ്ങിയ ഡിയോയെക്കാളും ഒരു 1000-ഓ 2000 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഈ വണ്ടിയിൽ വരുന്നുള്ളത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കളർ തീം, അതായത് എക്സ് എഡിഷൻ 125 എന്നൊരു കളർ എഡിഷൻ മാത്രം വന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, പഴയ ഡിയോയുടെ എഞ്ചിൻ തന്നെയാണ്, പഴയ ഡിയോയുടെ അതേ ബോഡി ഷേപ്പുമാണ് വണ്ടിക്കുള്ളത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു ഗ്രാഫിക്സിലുള്ള വ്യത്യാസം മാത്രമാണ് വരുന്നത്. ചെറിയൊരു റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് ഓൺ റോഡ് വരുമ്പോൾ. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ ഡിസ്ക് ബ്രേക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ABS അല്ല ഈ വണ്ടിയിൽ വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ആക്സസ് 125 ആണെങ്കിലും അതിലെല്ലാം ABS ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ABS ബ്രേക്ക് സിസ്റ്റം വന്നിട്ടില്ല. ഇനിയൊരു അപ്ഡേഷൻ വരുമ്പോൾ അതിൽ ABS ബ്രേക്ക് സിസ്റ്റം വരും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വണ്ടിയുടെ സീറ്റ് ഓപ്പണിങ്ങും അതുപോലെ ഫ്യൂൽ ടാങ്ക് ഓപ്പണിങ്ങും എല്ലാം ഇവിടെയാണ്. സീറ്റ് ഇവിടെ താഴോട്ടാക്കുമ്പോൾ സീറ്റ് ഓപ്പൺ ആയിരിക്കുന്നു. അതുപോലെ ഫ്യൂൽ ടാങ്ക് ഇത് മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ് വരുന്നത്. മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. E20 പെട്രോൾ ഇവിടെ വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ജസ്റ്റും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആവുന്നു. അതുപോലെ സീറ്റ് ഇത്രയും സ്പേസ്, ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്കിതിൽ വെക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്, അത്യാവശ്യം വേണ്ടൊരു സ്പേസ് വണ്ടിയിലുണ്ട്. പഴയ ഡിയോടെ അതേ സെയിം സ്പേസ് തന്നെയാണ്. താഴോട്ട് വെക്കുമ്പോൾ ഇത് ലോക്കാവുന്നു. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് എല്ലാം വരുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ തന്നെ ഫ്യൂവലിൻ്റെയും സീറ്റ് ഓപ്പണിങ്ങിൻ്റെയും സ്വിച്ച് ഇവിടെ വന്നത് വളരെ വലിയൊരു യൂസ്ഫുൾ ആയൊരു കാര്യം തന്നെയാണ്. അതുപോലെ വണ്ടിയുടെ മീറ്റർ ഇതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികളും ഇതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ഇതിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇത് ഡിം ആൻഡ് ബ്രൈറ്റ്, താഴോട്ട് വയ്ക്കുമ്പോൾ പാസ് ലൈറ്റ് വരുന്നു. ഇതിലാണ് മീറ്ററിലെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നതെല്ലാം ഇവിടെയാണ്. ഫ്യൂവൽ കാര്യങ്ങൾ, റേഞ്ച്, ഫ്യൂവല് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നു. മീറ്ററിൽ നമുക്ക് വരുന്ന ബേസിക് ഇൻഫർമേഷൻ എല്ലാം മീറ്ററിൽ വരുന്നുണ്ട്. സ്പീഡ്, അതുപോലെ ഇവിടെ സ്റ്റാൻഡ് നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ സിഗ്നലാണ് ഈ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി, ഇപ്പോഴത്തെ സമയം, പിന്നെ ഫ്യൂവൽ, ഇപ്പോൾ എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് കാണിക്കുന്നത്. വണ്ടി റിസർവിലാണ് കാണിക്കുന്നത്, നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 11:59. വണ്ടി ഇപ്പോൾ എത്ര ട്രിപ്പ് അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ വണ്ടി ടോട്ടൽ 439 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ എക്കോ അതാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്വിച്ചിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഫ്യൂവൽ, അതുപോലെ റേഞ്ച്, എത്ര റേഞ്ച് കിട്ടുന്നു, വണ്ടി റൺ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ റേഞ്ച് എത്ര നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുകൊണ്ടാണ് റേഞ്ച് കാണിക്കാത്തത്. ഇവിടെ നിന്ന് ഈ സ്വിച്ച്, ഈ ജോയ്സ്റ്റിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റിങ്സിൽ എന്തൊക്കെ നോക്കാം. ഫങ്ഷൻ, ഡിസ്പ്ലേ, ജനറൽ, സർവീസ്. ഫങ്ഷനിൽ എന്തൊക്കെ നോക്കാം. ട്രിപ്പ് എ, ഓട്ടോ റിസെറ്റ്, ഇൻഡിക്കേറ്റർ, പിന്നെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ടൈപ്പ്, ഡിസ്പ്ലേയുടെ മോഡൽ ആയിരിക്കാം, വേറെ സിമ്പിള്. പിന്നെ ബ്രൈറ്റ്നെസ്, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് നമുക്കിവിടെ മാനുവലി അഡ്ജസ്റ്റിംഗ് ഉണ്ട്, അത് ഓട്ടോ ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അത് ഒരു ടൈമിംഗ് വെച്ച് നമ്മളൊരു ഈവനിങ് ടൈം ആകുമ്പോൾ ഡിസ്പ്ലേ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് വരും, അല്ലെങ്കിൽ നോർമൽ ഇതുപോലെ ഒരു വൈറ്റ് തീമായിരിക്കും. പിന്നെ നമുക്ക് മാനുവലി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ കുറയ്ക്കാം. അതെല്ലാം താഴോട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് താഴോട്ടും. അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു. മുകളിലോട്ട് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ്നെസ് കൂടി വരുന്നുണ്ട്. അതുപോലെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം. പിന്നെ തീം, ഡാർക്ക് മോഡുണ്ട്, ലൈറ്റ് മോഡുണ്ട്, അതുപോലെ ഓട്ടോ. ഓട്ടോയിലൂടെ ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പകൽ സമയത്ത് നമുക്ക് ലൈറ്റ് മോഡിൽ കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഫേവറേറ്റ് ഇൻഫോർമേഷൻസ്, ടോട്ടൽ, ട്രിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആവറേജ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. പിന്നെ ജനറൽ എന്തൊക്കെ നോക്കാം. ജനറൽ ഡേറ്റ് ആൻഡ് ടൈം അഡ്ജസ്റ്റ്മെൻറ്റും യൂണിറ്റ് അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ സർവീസ്, മെയിൻ്റനൻസ്, പീരിയോഡിക് മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച്, വാർണിംഗ് ഇൻഫർമേഷൻ, ബാറ്ററി വോൾട്ടേജ്. 12.4 വോൾട്ടിൻ്റെ ബാറ്ററി വോൾട്ടേജാണ് വണ്ടിയിൽ വരുന്നത്.
പീരിയോഡിക് മെയിൻ്റനൻസിൽ എന്തൊക്കെയാണ് നോക്കാം. ഡിസ്റ്റൻസ് അതടുത്ത സർവീസിൻ്റെ കാര്യങ്ങളായിരിക്കും. 5319 കിലോമീറ്ററിൽ സെപ്റ്റംബർ 2026 സർവീസ് വരുന്നത്, അടുത്ത പീരിയോഡിക് സർവീസ് വരുന്നത്. ഓയിൽ ചേഞ്ച് 5319 കിലോമീറ്റർ വരുമ്പോൾ ഓയിൽ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു, അതാണ് കാണിക്കുന്നത്. പിന്നെ വാർണിംഗ് ഇൻഫർമേഷൻ ഇതൊന്നും വരുന്നില്ല. അപ്പം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മീറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്റ്റാൻഡ് തട്ടി കഴിയുമ്പോൾ സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ പോകും. സ്റ്റാൻഡ് ഇട്ട് കഴിയുമ്പോൾ സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്. ഈ വണ്ടിയുടെ ബാക്കി ഇതവിടെ ഒരു ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ഡിമ്മ് ബ്രൈറ്റ്, ഇതിലാണ് ഈ മീറ്റർ എല്ലാ കാര്യവും നമുക്ക് മാറ്റാൻ കഴിയുന്നത് ഈ സ്വിച്ചിലാണ്. താഴെ ഇൻഡിക്കേറ്റർ അടിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതിൽ ഹോണ്, ഇവിടെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഡിജിറ്റൽ ക്ലസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് കീ, പഴയ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഹോണ്ടയുടെ ബാഡ്ജിങ് എല്ലാം കീയിൽ കാണാൻ കഴിയുന്നു. ഇവിടെ തന്നെ നമ്മൾ പണ്ടത്തെ ആക്റ്റീവയിലും കാര്യങ്ങളെല്ലാം വരുന്ന അതേ സിസ്റ്റം, ഫുള്ളായിട്ട് കീ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കൊരു മൊബൈൽ ചാർജർ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഒരു മൊബൈലൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഇവിടെ. ഈ സൈഡിൽ അതുപോലെ ഒന്നുമില്ല, ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ സീറ്റിംഗ് സൈസ് എല്ലാം പഴയ ഡിയോയുടെ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ഡിയോ എക്സ് എഡിഷൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അതുപോലെ ഫ്രണ്ടിൽ ഇവിടെ ഒരു DRL ലൈറ്റ്സ് നമ്മൾ കീ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു DRL ലൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ പഴയതുപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. പഴയ ഡിയോയിലും അതുപോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണുള്ളത്. ഇവിടെ അത്യാവശ്യം യൂസ്ഫുൾ ആയൊരു മിറർ പുറകിലേക്ക് കാണാൻ, അത്യാവശ്യം നമുക്ക് കാണേണ്ട കാര്യങ്ങളെല്ലാം പുറകിലേക്ക് കാണേണ്ട വ്യൂ എല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് പഴയതുപോലെ തന്നെയാണ്. ഇതൊരു എക്സ്ട്രാ അക്സസറീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അധികം എല്ലാ വണ്ടികളും എക്സ്ട്രാ ചെയ്യുന്ന ഒരു ഫീലാണ് കണ്ടിട്ടുള്ളത്. കമ്പനി തരാറില്ല പൊതുവെ, നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ടെയിൽ ലാമ്പ് വരുമ്പോഴും ഹാലജൻ ബൾബ്സ് ആണ്. ബ്രേക്ക് ലൈറ്റ് ഹാലജൻ ആണ്, ഇൻഡിക്കേറ്ററും ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു റിഫ്ലക്ടർ LED ഇവിടെ വരുന്നുണ്ട്. ഡിയോയുടെ എൻജിൻ വരുന്നത് 123.92 cc ആണ് വരുന്നത്. BHP വരുന്നത് 8.92 BHP വരുന്നു. 6000 RPM BHP വരുന്നത്. അത് സെയിം പഴയ ഡിയോയുടെ സെയിം എൻജിൻ തന്നെ. എൻജിനിൽ വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പവറിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, മൈലേജിലും വ്യത്യാസങ്ങളൊന്നുമില്ല. പഴയ മൈലേജും പഴയ എൻജിനും എല്ലാം സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഡിയോ എക്സ് എഡിഷൻ എന്നൊരു പേരും, അതുപോലെ ഒരു ഓറഞ്ച് അലോയ്, ഇതുപോലെ ഒരു ഓറഞ്ച് ഗ്രാഫിക്സ്, ഇതൊക്കെ തന്നെയുള്ള വ്യത്യാസം വരുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നും വണ്ടിയിൽ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാവരും ചെയ്യുക. നമ്മൾ ഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പോലത്തെ ഒരു സൗണ്ട് എല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച്. ബ്രേക്ക് പിടിക്കണം. നല്ല സ്മൂത്ത് സൗണ്ടാണ് വരുന്നത്. ഹോണ്ടയുടെ എഞ്ചിനെ കുറിച്ച് വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഹോണ്ടയുടെ എഞ്ചിൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻ ക്വാളിറ്റിയാണ് വണ്ടിക്കുള്ളത്. ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ഒരു മൂളുന്ന രീതിയിലുള്ള സൗണ്ട് വരുന്നുണ്ട്. രണ്ട് സൈലൻസറിൽ 2 ഹോള് വരുന്നതുകൊണ്ടാണ് അത്യാവശ്യം നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.